ഈ ഒരു ന്യൂസ് കണ്ടില്ല നിങ്ങൾ? ജിമ്മിൽ വർക്കൗട്ട് കഴിഞ്ഞ് വീട്ടിലെത്തിയ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. എങ്ങനെയുണ്ട്? ഇതിലുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ജിമ്മിൽ പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് എന്തെങ്കിലും മേജറായിട്ട്, ചില ആളുകൾക്ക് ചിലപ്പം ശ്വാസം മുട്ടുണ്ടാവും, ചില ആളുകൾക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖം ഉണ്ടാവും. അങ്ങനത്തെ അസുഖങ്ങളോ കാര്യങ്ങളോ എന്തായിട്ട് മേജറായിട്ടുള്ള അസുഖങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഡോക്ടറെ പോയിട്ട് കണ്ടതിന് ശേഷം വർക്കൗട്ടിന് പോവാം, ജിമ്മിൽ പോയി ജോയിൻ ചെയ്യാം. മനസ്സിലായോ? അല്ലാതെ നമുക്ക് അത്ര ഒരു അസുഖം ഉണ്ടായിട്ട് മസിൽ വേണം എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ബോഡി നല്ല ഷേപ്പാക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയിട്ട് ജിമ്മിൽ ജോയിൻ ചെയ്താലേ ചിലപ്പോൾ അത് നമ്മുടെ എഫക്റ്റ് ആവും. ഇതേപോലെ ഇയാളിപ്പോൾ എങ്ങനെ മരിച്ചിരിക്കുന്നത് ഇപ്പം നമുക്ക് അറിയത്തില്ല. കുഴഞ്ഞു വീട് മരിച്ചിരുന്നു. ചില ആളുകൾ ഫുട്ബോൾ കളിക്കുമ്പോൾ മരിക്കുന്നു, ചില ആളുകൾ ഷട്ടിൽ കളിക്കുമ്പോൾ കുഴഞ്ഞു വീട് മരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡോക്ടറെ പോയിട്ട് കണ്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, വർക്കൗട്ടിൽ ജോയിൻ ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ജോയിൻ ചെയ്ത ഉടനെ തന്നെ ഉള്ള വെയിറ്റ് എല്ലാം കൂടി എടുത്ത് പോക്കും. അവരെ തെറ്റായ തോന്നലാണ്. അവർ വിചാരിക്കുന്നത് ഒരുപാട് നേരം കളിച്ച് കഴിഞ്ഞാൽ, ഒരുപാട് വെയിറ്റ് എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മസിൽസ് വരും എന്നുള്ള തോന്നലുണ്ടായിട്ടാണ്. അതെന്തായാലും നടക്കാൻ പോണ കാര്യമില്ല. അതൊരിക്കലും അങ്ങനെ മസിൽ വരത്തില്ല. അപ്പോൾ ഓരോരുത്തരുടെ ബോഡിക്കും ഒരു ലിമിറ്റുണ്ട്, വെയിറ്റ് എടുക്കുന്നതാണെങ്കിലും എന്താണെങ്കിലും. അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് ഇതേമാതിരത്തെ പ്രശ്നങ്ങൾ, ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ശ്വാസമുട്ട്, നെഞ്ഞുവേദന കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മനസ്സിലായി? ഇതേപോലെ ഒരുപാട് കാരണങ്ങളുണ്ട്. ചില ആളുകൾക്ക് ഇങ്ങനെ സ്റ്റീറോയിഡ് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോഴേ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, പതിയെ തുടങ്ങുക. പ്രത്യേകിച്ച് ബിഗിനേഴ്സ്, അവരൊക്കെ നല്ലോണം വാമപ്പൊക്കെ ചെയ്തിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതേപോലത്തെ വാർത്തകളൊക്കെ കാണുമ്പോൾ ഒരുപാട് പേര് പിന്മാറാൻ ചാൻസുള്ള ആളുകളുണ്ട്. ചില ഈ ഡബിൾ മൈൻഡൊക്കെ ഉള്ള ആളുകൾ, അതേ വേണോ വേണ്ടേ നേരം പോക്കിനൊക്കെ ജിമ്മിൽ പോകുന്ന ആളുകളുണ്ട്. ഓക്കെ, അവരൊക്കെ ഇതിൽ നിന്ന് പിന്മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ നല്ല രീതിയിലാണ് വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നല്ല ഡിസിപ്ലിനൊക്കെ കീപ്പ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് 100% ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.